അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ഹീലിംഗ് ടച്ചിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതമോതുകയാണ്. വേദനിക്കുന്നവർക്കും തകർന്നവർക്കും ഹൃദയത്തിൻ്റെ നുറുക്കത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെയും ദൈവം കൈപിടിക്കാൻ ആഗ്രഹിക്കുന്നു. നീ ഒറ്റപ്പെട്ടതാണെങ്കിൽ ഓർക്കുക, ലോകത്തിൽ ആദ്യം ഒറ്റപ്പെട്ടത് നസ്രായന യേശുക്രിസ്തുവാണ്. നീ തകർക്കപ്പെട്ടവനാണെങ്കിൽ ഓർക്കുക, ലോകത്തിൽ ആദ്യം ഏറ്റവും വേദനാജനകമായി തകർക്കപ്പെട്ടത് അവനാണ്. നീ മുറിക്കപ്പെട്ടതാണെങ്കിലും ഓർക്കുക, ക്രിസ്തുവിനെ പോലെ മുറിക്കപ്പെട്ടതായി ലോകത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന വിഷയം വളരെ വേദനാജനകമായ, നമ്മുടെ കുടുംബങ്ങളെ ബാധിക്കുന്ന, ഓരോ വ്യക്തി ജീവിതങ്ങളെയും നിരാശയിലേക്ക് തള്ളിയിടുന്ന ഒരു പ്രശ്നത്തിലേക്കാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളിലേക്ക് ഇന്ന് ഹീലിംഗ് ടച്ച് കടന്നു പോവുകയാണ്. ദൈവത്തിന് പ്രിയപ്പെട്ട ജനമേ, ഈ പ്രശ്നം ആ ദമ്പതികളെ മാത്രമല്ല, ഒരു കുടുംബത്തെ, അതുപോലൊരു സമൂഹത്തെ, കടന്നു ചെല്ലുന്ന എല്ലാ സാഹചര്യങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. ആദ്യ കാലഘട്ടങ്ങളിലെ വേദനകൾ, വിവാഹത്തിന് ശേഷമുള്ള, കാത്തിരിപ്പിന്റെ കാലത്തിന് ശേഷമുള്ള വേദനകൾ, ഒരു കുഞ്ഞ് ലഭിക്കുവാനുള്ള സാഹചര്യം വിട്ടുമാറിക്കൊണ്ടൊരു നിരാശയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ, ഇവിടെ ദൈവം ഇന്ന് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ ഒരു ഗ്രൂപ്പിൻ്റെയോ ഒരു പ്രോഗ്രാമിൻ്റെയോ നടുവിൽ കടന്നു ചെല്ലുവാൻ വിഷമിക്കുന്ന വ്യക്തിയാകാം. ചില അവഹേളനങ്ങളും ഒറ്റപ്പെടലുകളും കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയാകാം നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്ത്, ഒരു പ്രതീക്ഷയില്ലല്ലോ, എല്ലാം തീർന്നല്ലോ എന്ന് കരുതുന്ന ഒരു ചെറുപ്പക്കാരനുമാകാം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നമ്മൾ ഇന്ന് ഈ പ്രശ്നത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന് ഇതിൻ്റെ മേൽ ഒരു പദ്ധതിയുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം ചിലത് സൗഖ്യപ്പെടുത്തുവാനും അതോടൊപ്പം ചിലത് സൗഖ്യമേകാതെ ആശ്വാസത്തിലേക്ക് കൊണ്ടുപോകുവാനുമുള്ള കാര്യമാകാം. എന്തായാലും ദൈവവചനത്തിനായി നമ്മൾക്കൊന്ന് കാതോർക്കാം. നമുക്കൊന്ന് തീഷ്ണതയോടെ ഒരുങ്ങിക്കൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരക്കിൽ നിന്നൊഴിഞ്ഞ് കടന്നു വരാം. ദൈവം നിങ്ങളെ തൊടാൻ പോകുകയാണ്. നീറുന്ന ജീവിത പ്രശ്നങ്ങളുമായി ക്രൂശിതന്റെ മുൻപിൽ വന്ന ആരും ഇന്നോളം നിരാശരായി മടങ്ങിപ്പോയിട്ടില്ല. കാരണം അവൻ കുരിശിൽ മരിച്ചുപോയ ഒരു വ്യക്തിയല്ല, അവൻ ഉയിർത്തെഴുന്നേറ്റ ദൈവമാണ്. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനവും. കുഞ്ഞുങ്ങളില്ലാതെ വേദനയിലാണ്ടുപോയ വ്യക്തികളെ ദൈവം സർവശക്തനാണ്. നിന്റെ ആവശ്യങ്ങൾ നിനക്ക് മുൻപേ അറിയുന്നവനാണ്. എന്തുകൊണ്ട് എനിക്കിത് എന്ന് ചിന്തിച്ച് നിരാശരാകരുത്. യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നു. അവൻ്റെ കരം നിന്നെ തൊടുന്നു. നിന്റെ ജീവിത പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഏതുമാകട്ടെ, ഉത്തരം ഒന്നുമാത്രം: ക്രിസ്തു. ക്രിസ്തുവിൻ്റെ മുഖത്ത് നിനക്കുള്ള ഉത്തരമുണ്ട്. അവൻ്റെ സന്നിധിയെ നിനക്ക് ആശ്വാസമുണ്ട്. വിശ്വാസത്തോടെ നമുക്ക് ക്രൂശിതന്റെ തലോടലിനായി കാത്തിരിക്കാം. സങ്കീർത്തനം 127:3. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം
ദൈവത്തിൻ്റെ സമ്മാനവും. നമ്മുടെ വിശ്വാസ സമൂഹം, നമ്മുടെ സഭയിൽ ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമാണ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ. ബൈബിൾ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെക്കുറിച്ച് എന്താണ് പറയുക? നമ്മളിതിൻ്റെ ആത്മീയ അർത്ഥവും ഇതിൻ്റെ ആത്മീയ സാഹചര്യങ്ങളിലേക്ക് ഒന്ന് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ബൈബിളിലെ നിർണായകമായ വ്യക്തിത്വങ്ങൾ എടുത്താൽ അവരുടെ അമ്മ ലോക ചരിത്രത്തിൽ വന്ധ്യയായാണ് കടന്നു പോവുക. ഉൽപ്പത്തി തൊട്ട് പുതിയ നിയമത്തിൻ്റെ എല്ലാ കാലഘട്ടവും എടുത്താൽ ഒരു കാര്യം മനസ്സിലാവും. ദൈവം വളരെ വ്യക്തമായ ഒരു പദ്ധതിയാക്കി മാറ്റുന്നതാണ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ എന്നത് തീർച്ചയാണ്. ഉൽപ്പത്തിയിൽ അബ്രഹാമിൽ തുടങ്ങുന്ന ഈ സാഹചര്യം പുതിയ നിയമത്തിൽ സ്നാപയോഹന്നാനിൽ വരെ എത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ ഈ സാഹചര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, അബ്രഹാം ബൈബിളിൽ പുരുഷന്മാരെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത കാര്യം വളരെ വ്യക്തമായ വിവരണമൊന്നും നൽകുന്നില്ല. എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ വ്യക്തമായ വ്യക്തിത്വങ്ങളെ ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. അബ്രഹാമിന്റെ ഭാര്യ സാറ ബൈബിൾ പറയുന്നു വന്ധ്യയായിരുന്നു. പക്ഷെ 90-ാം വയസ്സിൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഇസഹാക്ക് സാറായ്ക്ക് കടന്നു വരികയാണ്. വീണ്ടും ഇസഹാക്കിന് കടന്നു വരുന്ന റെബേക്കയും ദൈവത്തിന്റെ സന്നിധിയിൽ വന്ധ്യയായിരുന്നു. ഇസഹാക്ക് പ്രാർത്ഥിക്കുകയും റെബേക്കയുടെ ഉദരം തുറക്കുവാൻ ദൈവം കാരണമാക്കുകയും ചെയ്തു. ഇസഹാക്കിനൊരു മകൻ ജനിച്ചു, യാക്കോബ്. യാക്കോബിന് 2 ഭാര്യമാരിൽ ലെയായും റേച്ചലും രണ്ടുപേരും വന്ധ്യയായിരുന്നു. രണ്ടുപേരും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും രണ്ടുപേരുടെ ഉദരവും തുറക്കുവാൻ ദൈവം കൃപയാകുകയും ചെയ്തു. വീണ്ടും കടന്നു വരുന്നത് ബൈബിളിൽ ഓരോ വ്യക്തിത്വങ്ങളെയും നമ്മൾ എടുത്തു നോക്കണം. അബ്രഹാമിന് ഇസഹാക്കായി, ഇസഹാക്കിന് യാക്കോബായി. യാക്കോബിന് 12 ഗോത്രങ്ങൾ 2 സ്ത്രീകളിലായി വന്ധ്യതയുടെ നടുവിലാണ് കടന്നു വരിക. പിന്നീടുള്ള വ്യക്തിത്വങ്ങളെ എടുത്താൽ മനോഹ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ, അതായത് സാംസന്റെ അമ്മ വന്ധ്യയായിരുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഇതുപോലെ തന്നെ 1 സാമുവേലിൽ പറയുന്ന ഹന്ന, എൽക്കാനായുടെ ഭാര്യ ഹന്നയും വന്ധ്യയായിരുന്നു. സാമുവേൽ ഹന്നയുടെ ഉദരത്തിലാണ് ജനിക്കുക. പിന്നീട് അങ്ങോട്ട് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് തൊട്ടു മുമ്പ് കടന്നു വരുന്ന എലിസബത്ത്, സക്കറിയയുടെ ഭാര്യയായ എലിസബത്തും വന്ധ്യയായിരുന്നതായി ബൈബിൾ വ്യക്തമാക്കുന്നു. ഇവിടെയെല്ലാം ഒരു കാര്യം കാണുവാൻ പറ്റും. ബൈബിളിന്റെ നിർണായക ചരിത്രങ്ങളുടെ നടുവിൽ വന്ധ്യയായിരുന്ന ഈ വ്യക്തിത്വങ്ങളിലൂടെ കടന്നു വന്ന മക്കളാണ് ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ വരവിനെ അനുഗ്രഹത്തിന് കാരണമായി ബൈബിൾ വചനം അവതരിപ്പിക്കുന്നത്. ഇസഹാക്ക് യേശുക്രിസ്തുവിന്റെ നേർരൂപമായി മാറി. ക്രിസ്തുവിനെ പോലെ പിതാവായ അബ്രഹാമിന് കീഴ്വഴങ്ങി വലിയ ബലിയുടെ പാനപാത്രത്തിന് നടുവിലേക്ക് നടന്നെടുത്തു ഇസഹാക്ക്. അതുപോലെ തന്നെ ജോസഫ് ക്ഷാമകാലത്ത് ആഹാരമേകുന്ന വ്യക്തിത്വമായി മാറി നമ്മുടെ ക്ഷാമത്തിൽ സഹായിക്കുവാൻ യേശുവാണ് ക്ഷാമത്തിൽ കടന്നു വരേണ്ടതെന്ന് വ്യക്തമാക്കുന്ന മകനായി മാറി. പിന്നീട് സാമുവേൽ ലോക ചരിത്രത്തിൽ ഇസ്രയേലിലെ ആദ്യ പുരോഹിതനും പ്രവാചകനും രാജാവുമായി മാറിയ സാമുവേൽ യേശുക്രിസ്തുവിന്റെ നിഴലായി മാറി. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഇതുപോലെ തന്നെ സ്നാപയോഹന്നാനും പുതിയ നിയമത്തിൽ കടന്നു വരികയാണ്. ഈ സ്നാപയോഹന്നാന്റെ ജീവിതവും എലിസബത്തിന്റെ ഉദരത്തിൽ ജനിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മുന്നിലോടുന്ന, യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയായി സ്നാപയോഹന്നാനെ മാറ്റിമറിച്ചു. ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം,
എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ബൈബിളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് നടുവിൽ ദൈവം ഇങ്ങനെ അത്ഭുതം ചെയ്യുകയാണ്. ഇതുപോലെ തെരഞ്ഞെടുക്കപ്പെടാതെ പോകുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു ഈജിപ്തുകാരിയായ മോശയുടെ വളർത്തമ്മ. ബൈബിളിൽ ഈ അമ്മയെക്കുറിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടായതായിരുന്നിട്ടോ കുഞ്ഞുങ്ങളുള്ളതാണെന്നോ കുഞ്ഞുങ്ങളില്ലാത്തതാണെന്നോ വിവരണം നൽകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ജനിച്ച മോശയെ വളർത്തുവാനുള്ള ഒരു നിർണായക വ്യക്തിയായി, ഒരു വളർത്തമ്മയായി മോശയുടെ വളർത്തമ്മയെ ദൈവം മാറ്റിമറിച്ചു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ പറ്റും, തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ മുഴുവൻ കാത്തിരുന്നാണ് ദൈവം ലോകത്തിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് വന്ധ്യത എന്ന് പറയുക, കുഞ്ഞുങ്ങളില്ല എന്ന് പറയുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു നാശമല്ല, ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുക. ഇന്ന് ഈ ഒരു പ്രശ്നവുമായി കടന്നു പോകുന്ന ഓരോ വ്യക്തി എടുത്താലും, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ക്രിസ്തുവിന്, ക്രൂശിതന് അവയുടെ മേൽ കൈകൾ വെക്കുവാൻ പറ്റും. ആശ്വാസമായി, അതോടൊപ്പം തലമുറയായി അനുഗ്രഹമാക്കി മാറ്റുവാനും ഇത് സാധ്യമാവും. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ വില തീരുമാനിക്കുക അവളുടെ വിശുദ്ധിയും അവളുടെ തലമുറകളെ ജനിപ്പിക്കുവാനുള്ള കഴിവുമാണ്. അത് ലോകത്തിന്റെ ഗതിയാണ്. ഇതുപോലെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഈ വിശുദ്ധിയെ, ഈ കുഞ്ഞുങ്ങളെ, ഈ തലമുറയെ നൽകുവാൻ ദൈവത്തിന് സാധ്യമാവും എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. കാലങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ ടെൽഫോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സെബിൻ, റീന എന്ന് പറയുന്ന ദമ്പതികൾ ദിവ്യകാരുണ്യത്തിന് ആരാധന കഴിഞ്ഞ് കടന്നു വരുന്ന സമയം ഇവർ വന്നിട്ട് പൊട്ടിക്കരയുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവം അവരോട് പറഞ്ഞ വാക്കിതായിരുന്നു, എന്റെ മുമ്പിൽ നിങ്ങളുടെ വേദനകൾ സമർപ്പിക്കുക, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, കാലങ്ങൾ കഴിഞ്ഞില്ല, 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ റീനായുടെ ഉദരം ദൈവം അനുഗ്രഹമാക്കി മാറ്റി. ദൈവം പറഞ്ഞതുപോലെ ഒരാൾക്ക് പകരം 2 പേരെ കൊടുത്തുകൊണ്ട് ഇരട്ടകളെ ജനിപ്പിക്കുവാൻ റീനായുടെ ഉദരത്തിന് ദൈവം കൃപയേകി. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത സാഹചര്യം ഒരു നഷ്ടമല്ല. ക്രൂശിതനായ ദൈവത്തിന് അവന്റെ മുറിവിന് തൊടുവാനുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത സാഹചര്യം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, സത്യമാണ് നമ്മൾ വേദനയിലാണ്, സത്യമാണ് നമ്മൾ അവഹേളനത്തിലാണ്. പുറത്തു വരുവാനും ആളുകളെ കാണുവാനും ഒറ്റപ്പെടുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യമായി ഇത് നമ്മളെ മാറ്റിമറിക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഇന്ന് ഈ ക്രൂശിതനെ നമ്മൾ നോക്കി നിൽക്കുമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിയുമെന്നുള്ളത് ഉറപ്പാണ്. മറ്റൊന്നും ദൈവത്തിന് നമ്മളോട് പറയുവാനില്ല. നിന്റെ ഏത് സാഹചര്യവും അതെത്ര കടും ചുമപ്പുമായിക്കൊള്ളട്ടെ, അവ എത്ര രക്തവർണവുമായിക്കൊള്ളട്ടെ, ദൈവം അവ മഞ്ഞുപോലെ വെളുപ്പിക്കാമെന്നാണ് ബൈബിള് വ്യക്തമാക്കുന്നത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ദൈവത്തിന് ദാനമായ ഈ ഉദരഫലം, ദൈവത്തിന്റെ അനുഗ്രഹമായ ഒരു കുഞ്ഞ്, അത് ദൈവത്തിന്റെ കരങ്ങളിൽ കടന്നു വരുമ്പോൾ ഓർക്കുക, അതിൻ്റെ മേലൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ ഇന്നൊരു ശൂന്യതയോടെയാകാം കടന്നു പോവുക, നിങ്ങൾ ഇന്നൊരു വേദനയോടെയാകാം കടന്നു പോവുക. ഇന്ന് ഈ ക്രൂശിതന്റെ മുന്നിൽ ആ വേദനയെ സമർപ്പിച്ചിട്ട് പറയണം, ദൈവമേ, എനിക്ക് തരുന്ന കുഞ്ഞിനെ സഭയിൽ ഞാൻ ഒരു അനുഗ്രഹമാക്കി മാറ്റാം. എനിക്ക് തരുന്ന കുഞ്ഞിനെ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി ഞാൻ സമർപ്പിക്കുന്നു. എനിക്കൊരു കുഞ്ഞിനെ നൽകുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവോട് ചേർന്ന്, വചനത്തോട് ചേർത്ത് വെച്ച് സഭയിൽ ഞാനൊരു നന്മയായി എൻ്റെ കുഞ്ഞിനെ സമർപ്പിക്കാം എന്നൊരു വാക്ക് കൊടുക്കുവാൻ തയ്യാറെങ്കിൽ ദൈവം നിങ്ങളെ തൊടുവാൻ തയ്യാറാണ്. നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പ്രശ്നത്തെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം. ഓർക്കുക, വളരെ നിർണായക സാഹചര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവതരിപ്പിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനാണ്. ഇതാ, ക്രൂശിതനായ ദൈവം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണ്. ഈ പദ്ധതിയെ നോക്കി നിന്നുകൊണ്ട് ഈ ക്രൂശിത രൂപത്തിലേക്ക്, യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക്, അവന്റെ മുറിവിലേക്ക് നമ്മുടെ നൊമ്പരത്തെ സമർപ്പിക്കുകയാണ്. ദൈവം നമ്മളെ തൊടാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് ഒന്ന് പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മുടെ ജീവിതത്തെ കൈകൊണ്ട് സ്പർശിക്കാൻ പോകുകയാണ്. കാത്തിരിക്കാം ഒന്ന് കർത്താവിനു വേണ്ടി.
ഒരു വലിയ അനുഗ്രഹത്തിനായി നമുക്കൊന്നൊരുങ്ങാം. നമ്മുടെ ജീവിതത്തെ കൈപിടിക്കുവാൻ ദൈവം തയ്യാറാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ അവർക്ക് മാധ്യസ്ഥമായി സഭ നൽകുന്ന വിശുദ്ധനാണ് വിശുദ്ധ അന്തോനീസ്. പാതുവായിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹവുമായി നമുക്ക് ഈ സമയം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഈ സാഹചര്യത്തെ ഒന്ന് വിട്ടുകൊടുക്കാം. ദൈവം നമ്മളെ തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എവിടെ ഇരുന്നാലും ഈ സമയം കൈകൾ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രത്യേക പ്രശ്നത്തെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവ ഇന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് ക്രൂശിതനായ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കാം. എന്റെ യേശുവേ, മുറിവേറ്റ കൈകളാൽ കൃപയേകുമോ, കനിവിൻ തലോടലാൽ സുഖമാക്കുമോ, മുറിപ്പാടിൽ കണ്ടു നിൻ മുറിയാത്ത സ്നേഹം, മുറിവുണക്കിടുന്ന സ്നേഹം. മുറിവേറ്റ കൈകളാൽ കൃപയേകുമോ, കനിവിൻ തലോടലാൽ സുഖമാക്കുമോ, മുറിപ്പാടിൽ കണ്ടു നിൻ മുറിയാത്ത സ്നേഹം, മുറിവുണക്കിടുന്ന സ്നേഹം. നീ സത്യദൈവമാണ്. നിന്റെ അടുത്ത് വരുന്ന ഒരാളെ പോലും നീ നിരാശനായി കൈവടിയില്ല. നിന്റെ മുഖത്തേക്ക് നോക്കുന്നവരെല്ലാം പ്രകാശിതരായി എന്ന് വചനം പറയുന്നു. ദൈവമേ, ഞങ്ങൾ ഇന്നീ കടന്നു പോകുന്ന പ്രശ്നം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ ഒന്ന് തൊടണമേ. എന്റെ ഉദരത്തെ ഒന്ന് തൊടണമേ. എന്റെ ശരീരത്തെ ഒന്ന് തൊടണമേ. തിരുത്തോളിൻ നോവുകൾ വരമാക്കി നീ, മരക്രൂശന്നാശതൻ ശിലയാക്കി നീ. തിരുത്തോളിൻ നോവുകൾ വരമാക്കി നീ, മരക്രൂശന്നാശതൻ ശിലയാക്കി നീ. തിരുത്തോളിൽ കണ്ടു നിൻ തളരാത്ത സ്നേഹം, തളർന്നാൽ താങ്ങുന്ന സ്നേഹം. തിരുത്തോളിൽ കണ്ടു നിൻ തളരാത്ത സ്നേഹം, തളർന്നാൽ താങ്ങുന്ന സ്നേഹം. തിരുമുറിപ്പാടുകൾ ചുംബിച്ചിടുന്നു, ക്രൂശിതനീശോയെ ആരാധിക്കുന്നു. തിരുമുറിപ്പാടുകൾ ചുംബിച്ചിടുന്നു, ക്രൂശിതനീശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, കാരുണ്യനാഥനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, കാരുണ്യനാഥനെ ആരാധിക്കുന്നു. യേശുവേ നന്ദി. എന്നെ തൊടുന്നതിന് നന്ദി പറയുന്നു പിതാവേ. ഹല്ലേലൂയ. ദൈവമേ നന്ദി. ഹല്ലേലൂയ. ദൈവപുത്രന്റെ ആണിപ്പഴുതുള്ള കരം നിന്നെ തൊട്ടുകഴിഞ്ഞു. ദൈവപുത്രനായ യേശു നിന്റെ ജീവിതം ഏറ്റെടുത്തു കഴിഞ്ഞു. ദൈവസന്നിധിയിൽ ഇനി നീ നിരാശപ്പെട്ടിരിക്കരുത്. ദൈവപുത്രന്റെ കരുണയുടെ ഹൃദയത്തിൽ നിന്റെ ജീവിത പ്രശ്നത്തിനുള്ള പരിഹാരമുണ്ട്. യേശു
ഇന്നും ജീവിക്കുന്ന ദൈവപുത്രനാണ്. അവൻ നിത്യനായ സർവശക്തനാണ്. രോഗവും ദുഃഖവും ദുരിതവും ഇനി നീ ഓർക്കരുത്. ദൈവം സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ്. ദൈവപുത്രൻ നിന്റെ ജീവിതത്തിൻ്റെ കർത്താവാണ്. കർത്തൃത്വം അവൻ ഏറ്റെടുത്തു കഴിഞ്ഞു. യേശുവിൻ്റെ സന്നിധിയിലായിരുന്നു നമ്മൾ. ദൈവം നമ്മളെ വളരെ വ്യക്തമായി തൊട്ടു. ദൈവം ഇന്ന് നിങ്ങൾക്ക് തൻ്റെ കുഞ്ഞിന് പേരിടുവാൻ സാറയെ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചിരി എന്ന പേരായ ഇസഹാക്ക് എന്ന പേരിടുവാൻ ദൈവം കൃപ തരുന്ന സമയമാണ്. ഇന്ന് ദൈവം നമുക്ക് തരുന്ന വചനം നമുക്കൊന്ന് ഏറ്റെടുക്കാം. യെശയ്യാ 54:1 കർത്താവ് അരുളി ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടിയാർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക. ഏകാകിനിയുടെ മക്കളാണ് ഭർത്തുമതികളുടെ മക്കളെക്കാൾ അധികം. ലോകത്തുള്ള ഒരു വ്യക്തിയുമല്ല ഇങ്ങനെ പറയുക. ലോകത്തെ മുഴുവൻ ഉണ്ടാകട്ടെ എന്നൊറ്റ വാക്കിനാൽ ചരിത്രത്തെ മുഴുവൻ സൃഷ്ടിച്ച യേശു ക്രിസ്തു നമ്മളോട് പറയുകയാണ്, ആഹ്ലാദിക്കുക, ആനന്ദിക്കുക, കീർത്തനം ആലപിക്കുക. സകലതും തുറക്കുവാൻ ദൈവം ശക്തനാണ്. ആർക്കും അടയ്ക്കാനാവാത്ത വിധം തുറക്കുന്നവൻ, ആർക്കും തുറക്കാനാവാത്ത വിധം അടയ്ക്കുന്നവനുമാണ്. ആ ദൈവം ഇങ്ങനെ പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടിയാർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക. ഏകാകിനിയുടെ മക്കളാണ് ഭർത്തുമതികളുടെ മക്കളെക്കാൾ അധികം. ദൈവത്തിൻ്റെ പദ്ധതി ഒന്നും നഷ്ടമാവില്ല. അവൻ പറഞ്ഞാൽ ചെയ്യുന്നവനാണ്. ദൈവം നമ്മളെ തൊടുവാൻ നോക്കി നിൽക്കുന്നു. കാത്തിരിക്കാം. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനായി, സാക്ഷ്യത്തിനായി വലത് കൈ ഉയർത്തി ദൈവത്തിന് നന്ദിയോടെ നമ്മൾക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടിയെടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നസറായനീശോ വരുന്നു, രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസ